ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൂത്തുപറമ്പിലുള്ള DM മോട്ടോഴ്സിലാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഹീറോ എക്സ്ട്രീം 125 ഡുവൽ ചാനൽ ABS ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം ക്യാച്ചർ ഡിസൈനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഡുവൽ ചാനൽ ABS അതുപോലെ തന്നെ ഈ ഒരു കളർ തീമാണ് ഇതിൽ എക്സ്ട്രാ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഓവറോൾ നോക്കുവാണെങ്കിൽ മുൻഭാഗത്തെ ഡിസൈനിങ് പറയുകയാണെങ്കിൽ ഡിഫറന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വൈസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് DRL കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹീറോ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റിന്റെ പൊസിഷൻ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഡിഫറന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വൈസറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫുള്ളി LED ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ നോക്കുവാണെങ്കിൽ ഫുള്ളി LED ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ അഗ്രസീവായ രീതിയിലുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇനി നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ മഡ് ഗാർഡിന്റെ ഡിസൈനിങ്ങിലും ഡിഫറൻസ് കാണാൻ പറ്റും. നല്ലൊരു രീതിയിലുള്ള ഒരു അഗ്രസീവായ രീതിയിൽ തന്നെയുള്ള ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ഇതിന്റെ സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ മുൻഭാഗത്തെ ഫോക്സ് ട്രഡീഷണൽ ആയിട്ടുള്ള 37 mm ഡയമീറ്റർ ഉള്ള സസ്പെൻഷൻ ആണ് വന്നിട്ടുള്ളത്. ടെലസ്കോപ്പിക് ഫോക്സ് ആണ്. ഡുവൽ ചാനൽ ABSന്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ 276 mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടയർ സൈസ് നോക്കുവാണെങ്കിൽ 90-17 അലോയ് വീലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിഫ്ലക്ടർ കാണാൻ പറ്റും. ഡുവൽ ചാനൽ ABS നേരത്തെ പറഞ്ഞ പോലെയുണ്ട്. നേരെ പിൻഭാഗത്തേക്ക് പോകുവാണെങ്കിൽ ഒരു ഫിന്ന് കൊടുത്തിട്ടുണ്ട്. ഡുവൽ കളറിലാണ് ഫിന്ന് വന്നിട്ടുള്ളത്. ഇതേ തന്നെ 125R എന്നൊരു ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ ടാങ്കിന്റെ ഷേപ്പ് ഒക്കെ അടിപൊളിയാണ്. 10 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ എക്സ്ട്രീമിന്റെ 3D ആയിട്ടൊരു നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. ഡിസൈനിങ് ഒക്കെ കാണാൻ രസമാണ്. ഇത് ഇവിടെ ഒക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ഡുവൽ കളറിലും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടാങ്കിന്റെ ഷേപ്പും നല്ല ഹഗ് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന ടാങ്കിന്റെ ഷേപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ പിൻഭാഗത്തേക്ക് പോകുവാണെങ്കിൽ ഇവിടെയൊക്കെ ഗ്രാഫിക്സ് കൊടുത്ത് കാണാൻ പറ്റും. പിന്നെ 765 mm ആണ് സീറ്റ് ആയിട്ട് വരുന്നത്. സ്പ്ലിറ്റ് സീറ്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല കുഷനുള്ള സീറ്റാണ്, സോഫ്റ്റ് ആണ് സീറ്റ്. പിന്നെ എഞ്ചിന് പറയുകയാണെങ്കിൽ 124.7 cc ആണ് എഞ്ചിന് വരുന്നത്. അത് സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനാണ് വന്നിട്ടുള്ളത്. പിന്നെ പവർ പറയുകയാണെങ്കിൽ 10 Nm ടോർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ 11 bhp പവറും വരുന്നുണ്ട്. ഇനി നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇത് ടയറിന് ഇവിടെ ഒരു കവറിംഗ് ഒക്കെ കൊടുത്താൽ കാണാൻ പറ്റും. നല്ല രസമുണ്ട് കാണാൻ. ഇതിന്റെ കവറിങ്, അതായത് ചെയിനിന്റെ ഗാർഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ടയർ ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് ടയർ ഹഗ്ഗറാണ് വന്നത്. പിന്നെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ മോണോഷോക്ക് ആണ് വന്നിട്ടുള്ളത്. 5 സ്റ്റെപ്പ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോണോഷോക്ക് വന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുവാണെങ്കിൽ 180 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഓവറോൾ ഈ ഒരു വശങ്ങളിലുള്ള കാര്യങ്ങൾ. പോവുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള അടിപൊളിയായിട്ട് ഡിസൈനിങ് ഒരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെയിൽ ടൈഡിയിലാണ് നമ്പർ പ്ലേറ്റ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുള്ളി LED ആയിട്ടുള്ള റിയർ ടെയിൽ ലാമ്പും കൊടുത്ത് കാണാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടയർ ഹഗ്ഗർ നല്ല സ്ട്രോങ് ആണ്. ഇവിടെ ഒരു റിഫ്ലക്ടറും വന്നിട്ടുണ്ട്. നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഡിസ്ക് വന്നിട്ട് 220 mm ഡിസ്ക് പ്ലേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ABSന്റെ സെൻസർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 120/80/17 ആണ് പിൻഭാഗത്തെ ടയർ സൈസ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തുള്ള നേരത്തെ കാണിച്ചു തന്ന ഒരു ഇത് പ്ലാസ്റ്റിക്കിന്റെ ഒരു സാരി ഗാർഡ് പോലുള്ള ഒരു പോർഷൻ അടിപൊളി സേഫ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ നേരെ നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെ സൈലൻസറിന്റെ ഡിസൈനിങ് ഒക്കെ ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഗിയർ വരുന്നുണ്ട് 5 സ്പീഡാണ് ഗിയർ ബോക്സ് വരുന്നത്. നമുക്ക് ഇതിന്റെ സീറ്റ് ആയിട്ട് നോക്കാം. ഞാൻ കയറി ഇരിക്കുമ്പോൾ ഈ രീതിയിലാണ് സീറ്റ് പൂട്ട് ചെയ്യാൻ പറ്റുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ ഒക്കെയാണ്. അഗ്രസീവാണ് സീറ്റിംഗ് പൊസിഷൻ. പിന്നെ ഹാൻഡ് ബാർ ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ഇതായിട്ട് ഒരു അപ്രൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു ബെൻഡ് ചെയ്യുന്ന രീതിയിൽ സ്പോർട്ടി ആയിട്ടുള്ള ഈ രീതിയിലാണ് ഇരുത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇതിലിരിക്കുമ്പോൾ ഈ രീതിയിലാണ് ഇതിന്റെ ലുക്ക് കിട്ടുന്നത്. ടാങ്കിന്റെ ഡിസൈനിങ് അടിപൊളിയായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ടാങ്കിന്റെ ഡിസൈനിങ് ആണ്. ഇത് E20ന്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 10 ലിറ്ററിന്റെ ഫ്യൂൽ ടാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ ബാർ നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഹാൻഡിൽ ബാർ കൊടുത്തിട്ടുള്ളത്. ഒരു അതിന് മേലുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തരാം. ഇത് ഹസാർഡ് ബട്ടൺ ആണ് വരുന്നത്. ഇത് സ്റ്റാർട്ട്, എഞ്ചിൻ കിൽ സ്വിച്ച്, അതുപോലെ തന്നെ സെൽഫ്. ഇതിന്റെ തൊട്ട് താഴെയായി ക്രൂസ് കൺട്രോൾ. ഈ ഒരു വണ്ടിക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ മിറർ നോക്കുവാണെങ്കിൽ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ്. സ്ട്രോങ് ആണ് സാധനം. പിന്നെ നേരെ സെന്ററിലേക്ക് പോകണമെങ്കിൽ ഇവിടെയാണ് കീന്റെ പൊസിഷൻ വരുന്നത്. 4.2 ഇഞ്ചിന്റെ TFT ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓൺ ആക്കുന്നതിന് മുമ്പിൽ ഈ ഒരു വശം കൂടി കണ്ടുപോകാം. ഈ വശം നോക്കുവാണെങ്കിൽ ഇത് മോഡ് സെലക്ഷനും അതുപോലെ ഡ്രൈവിംഗ് മോഡ്സ് വരുന്നുണ്ട്. അതിന്റെ സെലക്ഷൻ ബട്ടൺ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഇൻഡിക്കേറ്ററിന്റെ ബട്ടൺ, ഇത് ഹോണിന്റെ ബട്ടൺ. ഇവിടെ പാസ്, ഡിമ്മും ബ്രൈറ്റും ഒരുമിച്ച് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഈ രീതിയിലാണ് ഈ ഭാഗത്ത് മിറർ വന്നിട്ടുള്ളത്. വെയിറ്റ് കാണാൻ പറ്റും. പിന്നെ നോർമൽ ആയിട്ടുള്ള രീതിയിലെ ലിവറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ കീ ഓൺ ആക്കാം. കീ ഓൺ ആക്കുമ്പോൾ ഈ രീതിയിലാണ് ഇത് ഓണായി വരുന്നത്. നോർമൽ ആയിട്ടുള്ള രീതിയിൽ ഒരു കളർ ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ RPM കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്പീഡോമീറ്റർ, ഫ്യൂൽ ഗേജ്, ഇൻഡിക്കേറ്ററിന്റെ ഇത് ഹസാർഡ് ഓൺ ആണ്. ഇൻഡിക്കേറ്ററിൻ്റെത്, ഹെഡ്ലൈറ്റിൻ്റെത്, അതായത് ഡിമ്മ് ബ്രൈറ്റ്, അതുപോലെ തന്നെ ഫ്യൂവൽ, ലോ ഫ്യൂവലിൻ്റെത്, ABSന്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോട്ടർ, എഞ്ചിൻ വാർണിംഗ്, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് കണ്ടെത്താം. ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഷിഫ്റ്റ് ഇൻഡിക്കേഷൻ ഇത് എവിടെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഡ്രൈവിംഗ് മോഡ് മാറ്റാൻ പറ്റും. ഇതിപ്പോൾ പവർ മോഡ്, എക്കോ മോഡ്, റോഡ് മോഡ്, അങ്ങനെ 3 ഡ്രൈവിംഗ് മോഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടൈമിന്റെ കാര്യങ്ങൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇതിന്റെ
മീറ്റർ ക്ലസ്റ്റർ സിമ്പിൾ ആണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആകുന്ന രീതിയിലാണ് മീറ്റർ ക്ലസ്റ്റർ സെറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇതിന്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം. എഞ്ചിൻ കിൽ സ്വിച്ചും അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ട് ബട്ടണൊക്കെ ഒരുമിച്ചാണ് വരുന്നത്. സിംഗിൾ പ്രസ് തന്നെ എഞ്ചിൻ ഓൺ ആയി വരുന്നുണ്ട്. ഇത് റബ് ചെയ്യാതെ, അതായത് ആക്സിലേറ്റർ കൊടുക്കാത്ത രീതിയിൽ, റബ് ചെയ്യാത്ത രീതിയിലുള്ള സൗണ്ട്, ആക്സിലേറ്റർ കൊടുക്കുമ്പോഴുള്ള സൗണ്ട് ഒരു ഡീസെന്റ് ആയിട്ടുള്ള സൗണ്ട് ആണ്. ലൗഡും അല്ല, എന്നാൽ കേൾക്കാൻ നല്ലൊരു രീതിയിലുള്ള നോട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കേൾക്കാൻ. ആ രീതിയിലാണ് ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു XC 125 ഡുവൽ ചാനലിലെ വിശേഷങ്ങളുള്ളത്. നമുക്ക് ഇന്ന് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന DM മോട്ടോഴ്സ് ആണ് കൂത്തുപറമ്പിലുള്ള. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 1,10,000 രൂപയാണ് കണ്ണൂരിലുള്ള എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഹീറോയുടെ എല്ലാ വണ്ടികളുടെയും അതുപോലെ തന്നെ ഡീറ്റെയിൽസ്, ടെസ്റ്റ് ഡ്രൈവ്, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കാം. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ അവർ സോൾവ് ചെയ്ത് തരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു കൊടുക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.